അപ്പോൾ ഇനി എന്തായിരിക്കും നമ്മളുടെ മാർക്കറ്റിൽ ഇനി അടുത്തൊരു സെല്ലിംഗ് ഏരിയാസ് നമുക്ക് നോക്കാം. ഇപ്പോൾ അറ്റ് ദ മൊമെൻറ്റ് ഈ നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് ആ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി നോക്കാം. പക്ഷേ ഈ ഒരു 15 മിനിറ്റിൻ്റെ ഹൈ ഓൾ വെൽക്കം ടു പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ്. സോ ലാസ്റ്റ് വീക്കിനി അനാലിസിസിൽ നമ്മളെന്താ ഒരു ബെയറിഷ് വ്യൂ ആണ് പറഞ്ഞിരുന്നത് അല്ലേ. ആൻഡ് നമുക്ക് ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ അടുത്ത മൊമെൻറ്റ് മാർക്കറ്റ് ഇപ്പോൾ ഒരു ഹിഡൻ ആയിട്ടുള്ളൊരു ഓർഡർ ബ്ലോക്കിൽ നിന്നാണ് റിയാക്ട് ചെയ്തിരിക്കുന്നത്. സോ നമുക്കിവിടെ കാണാം ഒരു ബ്ലൂ ലൈനിൽ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് എന്താ അവിടെ നിന്ന് ഒരു ബൈ ടെൻഡൻസി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്തായിരിക്കും നമ്മളുടെ മാർക്കറ്റിൽ ഇനി അടുത്തൊരു സെല്ലിംഗ് ഏരിയാസ് നമുക്ക് നോക്കാം. ഇപ്പോൾ അറ്റ് ദ മൊമെൻറ്റ് ഈ നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് ആ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി നോക്കാം. പക്ഷേ ഈ ഒരു 15 മിനിറ്റിൻ്റെ ഒരു ലിക്വിഡിറ്റി ലെവൽ വരെ ആ ബൈ പ്രിഫർ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ആൻഡ് ഇനി വരുന്നൊരു മേജർ സെൽ ഏരിയ എന്ന് പറയുന്നത് ഈ കാണുന്ന 1 അവറിൻ്റെ തന്നെ 4340 എന്ന് പറഞ്ഞ ലെവൽ നമുക്ക് എന്താ ഒരു മേജറായിട്ടൊരു സെൽ ഏരിയ ആണ്. ആൻഡ് ഇതും ബ്രേക്ക് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു 4 അവറിൻ്റെ ഓർഡർ ഫ്ലോയും ഇതിൻ്റെ മുകളിലുണ്ട്. സോ ഈ കാണുന്നൊരു ഹൈ NFP അന്ന് വെള്ളിയാഴ്ച ക്രിയേറ്റ് ചെയ്തൊരു ഹൈ ആണ്. അപ്പോൾ അതല്ല ഈ ഒരു NFPയുടെ ഹൈയും ലിക്വിഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും മാർക്കറ്റ് ഫോളോ ചെയ്യാനുള്ള ചാൻസാണ് കൂടുതലും കാണുന്നത്. നമുക്ക് എവിടം വരെ മാർക്കറ്റ് ഫോളോ ആവാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് നോക്കാം. ലാസ്റ്റ് മാർക്കറ്റ് ഈ കാണുന്ന ഒരു വീക്ക്ലിയുടെ ഡിമാൻഡ് ലെവലിൽ നിന്നാണ് മാർക്കറ്റ് തിരിച്ച് കയറിപ്പോയത്. അപ്പോൾ ഈ ഒരു ലെവലിലേക്ക് ഇതിൻ്റെ തന്നെ ഒരു 50% ലെവൽ, അതായത് അപ്പോൾ ഒരു 4067 ലെവലിലേക്ക് പ്രൈസ് വരാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു ബൈ മൊമെൻറ്റം കാണാനായിട്ട് നമുക്ക് പറ്റും. ഈ ഒരു ലോ ലിക്വിഡിറ്റി ഇതാണ് പോകുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിലൊരു ബൈ പ്രൈസ് മൂവ് ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. ആൻഡ് ഈ കാണുന്നൊരു ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഒരു മാർക്കറ്റ് ബുള്ളിഷിലേക്ക് മാറിയെന്ന് നമുക്ക് ഹൈ ടൈം ഫ്രെയിമിലേക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. സ്റ്റിൽ നമ്മളുടെ ഗോൾഡിലെ ബയാസ് എന്ന് പറയുന്നത് സെൽ ഏരിയ തന്നെയാണ്. ആൻഡ് ഓരോ സെല്ലിലും നിങ്ങൾക്ക് കിട്ടുന്ന ചാൻസ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന റിസ്കിൻ്റെ ഒരു പകുതി റിസ്ക് മാത്രം എടുക്കുന്നതായിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യാം. ആൻഡ് ബൈ എടുത്തു കഴിഞ്ഞാൽ റീസെൻ്റ് ആയിട്ടുള്ള ഹൈയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുക. ആൻഡ് സെല്ല് കിട്ടിക്കഴിഞ്ഞാൽ അത് ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇവിടെ ഉണ്ട്. സോ ഈ കാണുന്ന ലെവൽസ് ആണ് നമ്മളുടെ സെൽ ഏരിയാസ് എന്ന് പറയുന്നത്. സോ നമുക്കിനി എന്താ യൂറോ USDയുടെ ചാർട്ടും കൂടെ അനലൈസ് ചെയ്യാം. സോ യൂറോ USDയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഡേ പറഞ്ഞായിരുന്നു ഈ കാണുന്ന ഒരു ഡിമാൻഡ് ലെവലിലാണ് പ്രൈസ് വരുന്നതെങ്കിൽ അവിടെ നമുക്ക് ബൈ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഡിമാൻഡിൻ്റെ ലോ ഒന്ന് ജസ്റ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്, അത് ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് ബൈ കിട്ടുകയെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ബൈ നോക്കാം. ആൻഡ് ഇപ്പോൾ അറ്റ് മൊമെൻറ്റ് നമുക്ക് ലോ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെൽ ഏരിയയിലേക്ക് മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷമാണ് പ്രൈസ് താഴത്തേക്ക് ഡ്രോപ്പ് ആവുന്നത്. ആൻഡ് ഈ കാണുന്നത് ഒരു 1 അവറിൻ്റെ ലിക്വിഡിറ്റി ആണ്. ആൻഡ് ഈ കാണുന്ന ഒരു ബ്ലൂ ലൈൻ എന്ന് പറയുന്നത് ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ തന്നെ ഒരു ഓർഡർ ഫ്ലോ ലെവലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇത് ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഈ ഒരു ലെവൽ വരെ നിങ്ങൾക്ക് ബൈ ഈസി ആയിട്ട് നോക്കാനായിട്ട് പറ്റും. ആൻഡ് നിങ്ങൾക്ക് ഒരു ലോങ് ടൈം സെൽ ഓപ്പർച്യൂണിറ്റി വരുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ബ്രേക്കർ ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു ഏരിയയാണ്. അതായത് ഈ ഒരു ഏരിയയിൽ നിന്ന് റിയാക്ട് ചെയ്തതിന് ശേഷം ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയയിലേക്ക് പ്രൈസ് ഇനിയും വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ നിന്ന് നല്ല രീതിയിലൊരു സെൽ ഓഫ് കാണാം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഗോൾഡിൽ ബെയറിഷാണ് ആൻഡ് യൂറോ USDയും ബെയറിഷായിട്ട് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ സെൽ ഓപ്പർച്യൂണിറ്റി ഗോൾഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ടാർഗറ്റ് പെട്ടെന്ന് അടിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ബൈ റിസ്കി തന്നെയാണ്, പക്ഷേ അതൊരു നിങ്ങൾ നോർമൽ റിസ്ക് എടുക്കുന്നതിൻ്റെ 50% മാത്രം റിസ്ക് എടുക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ് മൈ അനാലിസിസ്. അടുത്ത ദിവസം നമുക്ക് ഇതിൻ്റെ അപ്ഡേറ്റ് ആയിട്ട് തന്നെ കാണാം. താങ്ക് യു സോ മച്ച്.